അല്ല, മമ്മി എഴുന്നേറ്റോ? രാവിലെ എഴുന്നേറ്റു. ഞാനിപ്പോ ഡേയ്സമ്മയെ നോക്കിയിട്ടല്ലേ വരുന്നേ. അവള് നല്ല ഉഷാറായിട്ടുണ്ട് ജോക്കുട്ട. നീ ഇന്നലെ കൊടുത്ത മരുന്നൊക്കെ ഏറ്റെന്നാ തോന്നുന്നേ. കേട്ടോടാ ജോക്കുട്ട, ഇന്നലെ നീ വന്നു നിന്നതും ഡേയ്സമ്മയ്ക്ക് മരുന്ന് കൊടുത്തോ ഒക്കെ അവക്ക് പിടികിട്ടി. സത്യമാണോ അമ്മച്ചി? മമ്മി അതേക്കുറിച്ച് വല്ലതും പറഞ്ഞോ? പിന്നെ പറയാതെ. എന്നതാ ഡേയ്സമ്മ എന്നോട് പറഞ്ഞതെന്നറിയാവോ? ത്രേശാമ്മച്ചി, ഞാൻ ഇന്നലെ ജോക്കുട്ടിനെ സ്വപ്നം കണ്ടുവന്ന്. അവൻ എനിക്ക് മരുന്നൊക്കെ തന്ന് എന്റെ അടുത്ത് വന്നിരിക്കുന്നതായിട്ട്. ഓഹോ, അപ്പോ മമ്മി സ്വപ്നം കണ്ടതാണല്ലേ? എന്നാ കുഴപ്പമില്ല. എന്റെ പുണ്യാളനാണ് സത്യം. ഡേയ്സമ്മ അത് പറയുന്നത് കേട്ടപ്പോ എന്താ നടന്നതെന്ന് പറയാൻ 100 വട്ടം എന്റെ നാവ് പൊങ്ങിയതാ. പിന്നെ നിന്നോട് ഞാനൊരു വാക്ക് പറഞ്ഞില്ലേ, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാ. വേണ്ട വേണ്ട, മമ്മി കണ്ട സ്വപ്നമൊന്നും ഇനി അമ്മച്ചിയായിട്ട് തിരുത്തണ്ട. അത് സ്വപ്നമായിട്ട് തന്നെ ഇരുന്നോട്ടെ. എന്തിനാടാ മോനെ ജോക്കുട്ട നീ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? ഇങ്ങനെ പാത്തും പതുങ്ങിയും വന്നു നിന്നാണോ പെറ്റ തള്ളെ ശുശ്രൂഷിക്കേണ്ടത്? ദേ, നീ ഒരു വാക്ക് അവളുടെ അടുത്ത് പോയി പറഞ്ഞ ഡേയ്സമ്മ നിന്നോട് ക്ഷമിക്കാതിരിക്കില്ല. ഒന്നുമില്ലേലും നിന്റെ അമ്മച്ചി അല്ലേടാ മോനെ. വേണ്ട അമ്മച്ചി, ഞാനിപ്പോ പോയി മമ്മിയോട് സംസാരിച്ച അത് ശരിയാവില്ല. മമ്മിയുടെ അസുഖം കൂടുകയുള്ളൂ. ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയാണെങ്കിലും എനിക്ക് മമ്മിയെ കാണാനും മമ്മിയുടെ വിവരങ്ങൾ അന്വേഷിക്കാനും പറ്റുന്നുണ്ടല്ലോ. അത് മതി, ഇങ്ങനെ മതി ത്രേസ്യാമ്മച്ചി. അതെ, ഞാനിവിടെ വന്ന കാര്യമൊന്നും മമ്മി അറിയണ്ട കേട്ടോ. അമ്മച്ചി അറിയിക്കുകയും ചെയ്യരുത്. ചെല്ല, ഇനി അമ്മച്ചിയെ കാണാഞ്ഞിട്ട് മമ്മിയെങ്ങാനും തിരക്കി വന്നാലോ? ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ രാവിലെ അമ്മച്ചി ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പു, നീ എങ്ങോട്ടാ രാവിലെ തന്നെ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അമ്മേ, ഡേയ്സിന്റെ വീട്ടിലേക്ക്. ഇപ്പോഴേ പോണോ? VP റെഡി ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇറങ്ങിയാലോ? അത് വേണ്ടമ്മേ, ലേറ്റ് ആവും. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് സാവധാനം ഇറങ്ങിയാൽ മതി. ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. ഇന്നലെ ഡോക്ടർ വിളിച്ച് പറഞ്ഞതല്ലേ രാവിലെ ചെല്ലണേന്ന്. നീ രാവിലെ ഡേയ്സിയെ വിളിച്ചോ? ഇല്ല, നല്ല ഉറക്കമാണെങ്കിൽ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി. അപ്പൊ റെഡിയായോ? എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ചൊക്കെ ഇറങ്ങാം. അപ്പൊ നേരത്തെ ഇറങ്ങാന്നാ പറയുന്നേ. അന്ന് പറ്റി? ഞാൻ നേരത്തെ ചെല്ലാന്ന് പറഞ്ഞിട്ടാ VP ഇന്നലെ അവിടെ നിന്ന് പോകുന്നത്. ഇപ്പൊ തന്നെ ലേറ്റായി. ഇറങ്ങട്ടെ? കഴിക്കുന്നില്ല നീ? വേണ്ട VP, ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗീതയെ വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ ചിലപ്പോൾ ക്ലാസ്സിലായിരിക്കും. ശരി. നമുക്ക് ഡേയ്സിയെ ഒന്ന് കാണാൻ പോണ്ടേ VP? ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈവനിങ് സെഷൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നോക്കട്ടെ, നാളെ ആവട്ടെ. പിന്നെ ഡേയ്സി കുറച്ചുകൂടി ഓക്കെ ആയിട്ട് കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണമല്ലോ. അതിനൊന്നും ഡേയ്സി അത്ര പെട്ടെന്ന് വഴങ്ങും തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ജോബിനെ കണ്ടിട്ട് ഒന്നും മിണ്ടാൻ പോലും തയ്യാറായില്ലല്ലോ ആള്. എന്ന് കരുതി അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അപ്പു ഇനി എന്തൊക്കെയാണാവോ മനസ്സിൽ കണ്ടിരിക്കുന്നത്? ശരിക്കും അപ്പുവിന്റെ സ്ട്രാറ്റജിയോട് എനിക്കത്ര യോജിപ്പൊന്നുമില്ല. പിന്നെ ഇന്നലെ മനസ്സ് പഠിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ എതിരഭിപ്രായം ഒന്നും പറയായിരുന്നു. അപ്പുവിന്റെ നീക്കം എന്തായാലും അതിന്റെ പിന്നിലെ ഉദ്ദേശം നമ്മളോട് തുറന്നു പറഞ്ഞത് ഓക്കെ, നമുക്കത് മനസ്സിലാക്കി കൂടെ നിൽക്കുകയും ചെയ്യാം. പക്ഷെ അതുപോലെ ആയിരിക്കില്ല മുരളി അശ്വതി ഒന്നും. ഇനിയിപ്പോ നമ്മളോട് കൺവേ ചെയ്ത പോലെ അപ്പുവിന്റെ ഉദ്ദേശം അവരോട് തുറന്നു പറഞ്ഞാലും അവർക്കത് കൺവിൻസ് ആയിക്കൊള്ളുന്നില്ല. അത് മാത്രമല്ല, ഇനി ഈ വിഷയം നമ്മൾ കുട്ടികളെ കൊണ്ട് ഡീൽ ചെയ്യിക്കാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലും അപ്പുവിനെ അപ്പൊ തന്നെ പിന്തിരിപ്പിക്കാന്നില്ലേ VPക്ക്? ഞാൻ പറഞ്ഞല്ലോ ഗീത, പെട്ടെന്നൊരു നോ ചിലപ്പോൾ അപ്പുവിനെ ആകെ ഡിസപ്പോയിന്റഡ് ആക്കിയേക്കും. വരട്ടെ, സാവകാശം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനുള്ളിൽ ഡേയ്സിയുടെ ഹെൽത്ത് ഒന്ന് മെച്ചപ്പെടുകയും വേണമല്ലോ.
മാളൂരെ കൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിപ്പിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എല്ലാവർക്കും അവരവരുടെ വാശിയല്ലേ ഗീത വലുത്. അശ്വതിയും മുരളിയും ശരിക്കുമെന്ന് മനസ്സ് വെച്ചാ ചിലപ്പോ മാളൂര് റീതിങ്ങിന് തയ്യാറായിരിക്കും. അതൊക്കെ നമുക്ക് തോന്നുന്നല്ലേ. മുരളി ഏറെക്കുറെ ഞാൻ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിച്ചതാ. അത് ശരിയാണെന്ന് മുരളിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ജോബിനുമായിട്ടുള്ള റീയൂണിയനെ കുറിച്ച് അവരാലോചിക്കാൻ തയ്യാറായത് തന്നെ. പക്ഷേ അപ്പോഴും അതിൽ മാളുവാണല്ലോ അടവൻ്റായിട്ട് നിൽക്കുന്നത്. ആവേശം കാണിച്ച് അപ്പുവിനെ അബദ്ധമൊന്നും കാണിക്കാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെ ഒരു പേടി എനിക്കും ഇല്ലാതില്ല ഗീത. ഒന്നുകിൽ അപ്പുവിന്റെ മനസ്സിൽ എന്താ പ്ലാൻ എന്നെങ്കിലും നമ്മൾ അറിയണം. അതിന് അപ്പോ അത് പറയാൻ കൂട്ടാക്കുന്നില്ലല്ലോ. എന്ന് വെച്ച് നമുക്കത് അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഡെയ്സിയുടെ ഹെൽത്ത് ഒന്ന് മെച്ചപ്പെടട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അപ്പുവിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഡോക്ടർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? എന്താ മമ്മിക്ക് കാവലാണോ? എന്ത് ചെയ്യാം, നമ്മുടെ അവസ്ഥ ഇതായി പോയില്ലേ. അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സ്വയമായിട്ട് വരുത്തി വെച്ചല്ലേ. സോറി, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇറ്റ്സ് ഓക്കെ. അപ്പോ താൻ ഉദ്ദേശിച്ച എന്തായാലും അതൊക്കെ സത്യമാണ്. ഇതിനൊക്കെ കാരണക്കാരൻ ഞാൻ തന്നെയാ. അതുകൊണ്ടാണല്ലോ ഇപ്പം വീടിന് പുറത്തു നിന്ന് എന്റെ മമ്മിയെ ശുശ്രൂഷിക്കേണ്ടി വരുന്നത്. മമ്മിക്കും അമ്മച്ചിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ആഹാ, മമ്മിക്ക് ഇഷ്ടമുള്ള അപ്പവും വെജിറ്റബിൾ കറിയുക. പനിയായതുകൊണ്ട് കഴിക്കാൻ ഇത്തിരി വൈമനസ്സൊക്കെ കാണിക്കും. പക്ഷെ താനൊന്നും കാര്യമാക്കണ്ട. വയറ് നിറച്ച് ഫുഡ് കൊടുക്കണം. ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നത്, പിന്നെ പാട മാറ്റി ഒരു ഗ്ലാസ് പാലും. അതൊക്കെ ഞാൻ ഏറ്റു. ഡോക്ടർ ധൈര്യമായിട്ടിരിക്കുക. ഫുഡിന് ശേഷം കഴിക്കാനുള്ള മെഡിസിനൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മച്ചി അത് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കണം. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ടെമ്പറേച്ചർ ഒന്ന് നോക്കണം. എന്നിട്ട് എത്രയുണ്ടെന്ന് എനിക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് വേണം മെഡിസിൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്നറിയാൻ. ഡോക്ടറെ, ചിലപ്പോ ആന്റിയായിട്ടുള്ള പ്രശ്നങ്ങൾ കോംപ്രമൈസ് ആവാൻ ഈ അസുഖം ഒരു നിമിത്തമാണെങ്കിലോ? അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഡോക്ടർക്ക് മമ്മി നേരിട്ട് കണ്ട് സംസാരിച്ചൂടെ? രാവിലെ അമ്മച്ചിയും അത് പറഞ്ഞു. പക്ഷെ വേണ്ടടോ, ഞാൻ അടുത്ത് തന്നാ മമ്മിക്കത് ഇഷ്ടാവില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ആന്റിയുടെ മനസ്സിന് ഡോക്ടറെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതില്ലെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ അടുത്ത് ചെന്നാ മമ്മിക്ക് എന്തുകൊണ്ട് എന്നെ പിരിയേണ്ടി വന്നു എന്നുള്ള കാര്യം ഓർമ്മ വരും. ആ ഓർമ്മ മമ്മിയുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. കണ്ടീഷൻ വേഴ്സ് ആവാൻ അത്തരം ഡിസ്റ്റർബൻസ് മതിയാവും. എന്തിനാ വെറുതെ? മമ്മിയുടെ മനസ്സെനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനിങ്ങനെ അതാപ്പോ നല്ലത്. ആ, സംസാരിച്ചെന്ന് ലേറ്റ് ആവണ്ട. താൻ പോയി മമ്മിക്ക് ഫുഡ് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. ശരി. കമ്പൗണ്ടർ കളിക്കാൻ രാവിലെ തന്നെ ആളെത്തിയല്ലോ. എന്നതാ നിന്റെ കയ്യില്? ഇത് ഡേയ്സി ആന്റിക്കും അമ്മച്ചിക്കുള്ള ഫുഡാ. ആരാ? ചോക്കുട്ടനാണോ വാങ്ങി തന്നേ? അതൊക്കെ ഡേയ്സി ആന്റി കേൾക്കണ്ട. അമ്മച്ചിയെ ഞാനതങ്ങ് മറന്നു. ഡേയ്സി ആന്റി റൂമിലാണോ? അല്ലേ, പനിയും ജ്വരവും പിടിച്ചു കിടക്കുന്ന ആള് മുറിയിലല്ലാതെ പിന്നെ തട്ടുപുറത്താണ് കിടക്കുന്നത്. ദാ ആന്റിക്കുള്ള ഫുഡ് എടുക്ക. ഗുഡ് മോർണിംഗ് ഡേയ്സി ആന്റി. ആ, എത്തിയോ നീയെ? വാ. നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഇപ്പൊ അങ്ങോട്ട് ആലോചിച്ചതേ ഉള്ളൂ. ഡ്രസ്സൊക്കെ മാറി ആള് നല്ല സുന്ദരക്കുട്ടി ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ആന്റി? ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇന്നലത്തെക്കാളും ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുക. ആശ്വാസം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞേ ഇനി ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കളയരുത് കേട്ടോ. ഒരാഴ്ച കംപ്ലീറ്റ് റെസ്റ്റാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അറിയാലോ? ഓ, ഒരാഴ്ചയൊന്നും എനിക്കിവിടെ ഇങ്ങനെ രോഗി കളിച്ച് കിടക്കാനൊന്നും പറ്റില്ല.
ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറിയാ ഞാൻ എഴുന്നേക്കും. ഇപ്പൊ തന്നെ പള്ളിയിൽ പോകാത്തതിന്റെ സങ്കടമുണ്ട് എനിക്ക്. ആ ആദ്യം അസുഖമൊക്കെ ഒന്ന് മാറട്ടെ. അത് കഴിഞ്ഞ് ആന്റിയെ കർത്താവ് പോലും പള്ളിയിലോട്ട് കയറ്റത്തുള്ളൂ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട, ഒരു ബ്രെഡ് എങ്ങാനും മതി. ബ്രെഡോ? പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് അപ്പവും വെജിറ്റബിൾ കറിയും വാങ്ങിച്ചോണ്ട് വന്നത്? അപ്പം വെജിറ്റബിൾ കറിയോ? ആഹാ, അതെന്റെ ഫേവറേറ്റ് ആണല്ലോ. നിനക്കെങ്ങനെ മനസ്സിലായി? അതെ, ആന്റി നേരത്തെ പറഞ്ഞ കർത്താവില്ലേ, പുള്ളിക്കാരൻ രാവിലെ എന്റെ അടുത്ത് ആന്റിക്ക് ഇഷ്ടമുള്ളതിന്റെയൊക്കെ ലിസ്റ്റ് തന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഡേസി കൊച്ചിനെ നല്ല ഉഷാറാക്കി എടുത്തിട്ട് പള്ളിയിലോട്ട് അയച്ചാൽ മതിയെന്ന്. നീ രാവിലെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തമാശയൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലോ. എന്താണെങ്കിലും ആന്റിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നില്ലേ. ആ അപ്പൊ നമുക്കേ ഐശ്വര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങാം. ത്രേസ്യാമ്മച്ചി, ഒരു ഗ്ലാസ് പാലെടുത്തോ, പാട മാറ്റിയിട്ട്. നീ എന്താ ഡയറ്റീഷ്യനാണോ? ആ അതെ. ഇനി ആന്റി ഓക്കെ ആവുന്നവരെ ഞാനാ ആന്റിയുടെ ഡോക്ടറും ഡയറ്റീഷ്യനും ഒക്കെ. ദാ ഇതങ്ങ് കഴിച്ചേ. എന്താ ആന്റി? ഏയ് ഒന്നുമില്ല. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. രാത്രിയില് ഞാൻ ജോബിനെ സ്വപ്നം കണ്ടു. അവൻ ഇതുപോലെ എന്റെ അടുത്ത് വന്നിരുന്ന് എന്നെ പരിചരിക്കുന്നതായിട്ട്. ആന്റി ഒന്നും മനസ്സ് വെച്ചാ ആ സ്വപ്നം ഇപ്പൊ യാഥാർത്ഥ്യമാക്കാവുന്നതേ ഉള്ളൂ. വേണ്ട, അതങ്ങനെ ഒരു സ്വപ്നമായിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പോ അമ്മച്ചോട് ഞാൻ അതാ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് നീയുണ്ടല്ലോ. ആന്റി കഴിക്കാം. ഹലോ, ഞാൻ ഇറങ്ങട്ടെ? എന്താ വക്കീലേ, എന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല, ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞതാ. ഓഹോ അങ്ങനെ. ഡോക്ടർ ഇന്ന് ഭയങ്കര ജോളി മൂഡിലാണല്ലോ. ഇന്ന് ഓഫാണോ അതോ ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളോ? ഞാൻ ഇന്ന് ലീവാക്കി. അതെന്തു പറ്റി? ഏയ് ഒന്നുമില്ല, ചില ദിവസങ്ങളിൽ ഇങ്ങനെയാ, മനസ്സ് വല്ലാതങ്ങ് മടി പിടിക്കും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഇങ്ങനെ പാട്ടും കേട്ട് സ്വപ്നരാജ്യത്ത് ഒഴുകി നടക്കാൻ തോന്നും. അയ്യോ, സ്വപ്നരാജ്യത്തിന് ഞാനായിട്ട് ഭംഗം വരുത്തുന്നില്ല. ഡോക്ടർ സ്വപ്നമൊക്കെ കണ്ട് ലാവിഷായിട്ട് എൻജോയ് ചെയ്യും. ഞാൻ എന്നാ നമ്മുടെ വയറ്റിപ്പഴുപ്പ് നോക്കിയിട്ട് വരാം. ആ വക്കീലേ, ഒരു മിനിറ്റ്. എന്താ അലീന? അല്ല, നമ്മുടെ കേസ് എന്തായി? നമ്മുടെ കേസോ? അതിനെ ഡോക്ടർ എന്നെ വക്കാലത്തൊന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ ഏൽപ്പിച്ചിട്ടില്ലെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരു കക്ഷി ഏൽപ്പിച്ചൊരു കേസില്ലേ, അതിന്റെ കാര്യാ ചോദിച്ചേ. ഓ, മാളവികയുടെ കേസ്. അതിപ്പോ അലീന അറിയുന്നത് എന്തിനാ? അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നേ. ആ വഴിക്ക് നടന്നോട്ടെ. എന്നാലും ഒരു റൂംമേറ്റ് എന്നൊരു പരിഗണന നമുക്ക് തന്നൂടെ വക്കീലെ? ഒന്നുമില്ലേലും പ്രതിഭാഗത്ത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളല്ലേ. നോക്കലീന, ഇതിൽ വാദിയോ പ്രതിയോ ഇല്ല. ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്ന രണ്ടുപേരെ പിരിയാൻ തീരുമാനിച്ചു. അവരുടെ തെറ്റിദ്ധാരണകൾ മാറുകയാണെങ്കിൽ വീണ്ടും അവർക്ക് ഒരുമിച്ച് കഴിയാനുള്ള ഒരവസരം ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ചെയ്തു കൊടുക്കണ്ടേ? വേണ്ട വക്കീലെ, അങ്ങനെ വക്കീലായിട്ട് അതിൽ ഇടപെട്ട് ഒരു കൂട്ടിച്ചേർക്കൽ വേണ്ട. കാരണം വേർപിരിയൽ എന്നുള്ളത് ആ റിലേഷന്റെ വിധിയാ. അങ്ങനെ ഒരു വിധി അലീനയായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണ്ട. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല വക്കീലെ, സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ വിധിച്ചിട്ടുള്ളതാ. അങ്ങനെ ദൈവം തമ്പുരാൻ തന്നെ വേർപിരിച്ചവരെ വക്കീലായിട്ട് കൂട്ടിച്ചേർക്കാൻ നോക്കരുത്. അത് പാപമാണ്, ദൈവം നിന്നെയാണ്. എന്റെ സുഹൃത്ത് അറിയാതെങ്കിലും ചെയ്യുന്ന ദൈവം നിന്ന് എന്റെ ഈ കർമ്മത്തിലൂടെ ദൈവം പൊറുക്കുമെങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ ഡോക്ടറെ. പിന്നെ ദൈവത്തിന്റെ വിധി എന്താണെന്ന് എനിക്കോ ഡോക്ടർക്കോ മുൻകൂട്ടി പറയാനോ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ദൈവം ഇടപെട്ട എന്നെ ഒരു ഒത്തുതീർപ്പിന് അയച്ചിരിക്കുന്നതെങ്കിലോ? വക്കീല് ശ്രമിച്ചു നോക്ക്. പക്ഷേ ഈ കാര്യത്തില് ദൈവം എന്റെ കൂടെയാ. വക്കീലിന് ദയനീയമായി തോൽവി സമ്മതിക്കേണ്ടി വരും. തോൽക്കുമെന്ന് വിചാരിച്ച് കളിക്കളത്തിൽ ഇറങ്ങാതിരിക്കുന്നത് ഭീരത്വമല്ല ഡോക്ടറെ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശ്രമിച്ചു നോക്ക്. തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും വക്കീലിന്റെ ആത്മവിശ്വാസം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മാളു, എന്താ തരേണേ? എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അമ്മേ. കൊറേ കാലം ആയല്ലോ അതിന്റെയൊക്കെ ആവശ്യം വന്നിട്ട്. നീ എല്ലാ ഫയലിലും നോക്ക്, അവിടെ തന്നെ ഉണ്ടാവും. ആ ആ കിട്ടി. എന്തിനിപ്പൊ നിനക്കിത്? PGക്ക് അഡ്മിഷൻ എടുത്താൽ കൊള്ളാന്നുണ്ട്. കൂട്ടത്തില് PSC കോച്ചിങ് കൂടി നോക്കിയാലോ എന്നൊരു ആലോചന ഉണ്ട്. ഇപ്പൊ എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? ഇപ്പോഴല്ല അമ്മേ, കുറച്ചു നാളായിട്ട് ഞാൻ ആലോചിക്കുക. അപ്പൊ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത് മുതൽ ഞാനും അതേക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല. ഓഹോ, അപ്പു പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നോണ്ട് നീയും ചെയ്യുന്നു എന്നേ ഉള്ളൂ അല്ലേ? അങ്ങനെയല്ല അമ്മേ, ഇനിയുള്ള കാലം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ശരിക്കും ബോറാ. അത് മാത്രല്ല, പഠിച്ചൊരു ജോലി നേടിയ കൊള്ളാന്നുണ്ട് എനിക്ക്. മാളു, അതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷേ ഇപ്പൊ നിനക്ക് എന്തിനാ ഒരു ജോലി? കൊള്ളാം, അമ്മ തന്നെ ഇത് പറയണം. ജോലിയുടെ ആവശ്യം എന്താന്ന് ജോലി ഉണ്ടായിട്ടും ലോങ് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ലോങ് ലീവ് എടുത്തത് അസുഖം കാരണമല്ലേ? തന്നെയല്ല, ഇവിടുത്തെ സാഹചര്യത്തില് എനിക്ക് വല്ല അന്യനാട്ടില് പോയി കഷ്ടപ്പെടാൻ പറ്റുമായിരുന്നോ? വേണമെങ്കിൽ അമ്മയ്ക്ക് അതൊക്കെ ആവായിരുന്നു. അമ്മയ്ക്ക് പക്ഷെ ജോലിയേക്കാളും വലുത് ഫാമിലി ആയിരുന്നല്ലോ. അതെ, അതിൽ എനിക്ക് ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ല. നിന്റെ മുരളിയേട്ടന്റെ കാര്യം കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് എന്തു. അതൊക്കെ ഇനിയുള്ള കാലത്ത് ഒട്ടും പ്രാക്ടിക്കൽ അല്ലമ്മേ. ജോലി ഉണ്ടെങ്കിൽ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം കാലിൽ നിന്ന് സ്വന്തം ഇഷ്ടം പോലെ ജീവിക്കാം. ആഹാ, അപ്പൊ സ്വന്തം കാലിൽ നിന്ന് നിനക്ക് തോന്നിയ പോലെ ജീവിക്കാനാ ഇപ്പൊ ഒരു ജോലി വേണ്ടതല്ലേ? അമ്മ എന്താ മുത്തശ്ശിക്ക് പഠിക്കാണോ? ഞാൻ മുത്തശ്ശിക്ക് പഠിച്ചൊന്നുമല്ല. പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ തോന്നാൻ എന്താ കാര്യം എന്ന് ചോദിച്ചല്ലേ? അതിന്റെ കാരണം എന്താന്ന് ഞാൻ വിശദമാക്കി കഴിഞ്ഞല്ലോ. എനിക്ക് എന്റെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോവാൻ. അത് കഴിയുമ്പോഴേക്കും എനിക്കൊരു ജോലി വേണം. ഇപ്പൊ ഇതാ എന്റെ ആഗ്രഹവും ആവശ്യവും. എന്താ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഞാൻ വിശദീകരിക്കേണ്ടതുണ്ടോ? അല്ല, ജോലി കിട്ടിയിട്ട് എന്താ നിന്റെ തീരുമാനം? അതുകൂടെ പറ, കേക്കട്ടെ. അത് ജോലി കിട്ടട്ടെ, എന്നിട്ട് ഞാൻ പറയാം. കാണാൻ പോകുന്ന പൂരം ഇപ്പോഴേ ആരെയും പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോഴേ ഞാൻ ഇതുമായിട്ട് യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോയിട്ട് വരാം. ഹയർ സ്റ്റഡീസിന്റെ ഡീറ്റെയിൽസും മറ്റും എടുക്കണം. പറ്റുമെങ്കിൽ PGക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണം. ഓക്കെ? നീ തനിച്ചാണോ പോകുന്നേ? അതെ, ഞാൻ തനിച്ചാ പോകുന്നേ. എന്താ അമ്മേ? ഒന്നുമില്ല, ചോദിച്ചൂന്നേ ഉള്ളൂ. ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ സംസാരിക്കുമ്പോ ആയാസമൊന്നുമില്ലല്ലോ മമ്മിക്ക്? ഇല്ല, അങ്ങനെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ആന്റി നല്ല ഉഷാറായി തുടങ്ങി. രാവിലെ കൊടുത്ത ഫുഡ് മുഴുവൻ കഴിച്ചു. ടെമ്പറേച്ചറും കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി അധികം സംസാരിപ്പിക്കുകയും സ്ട്രെയിൻ ചെയ്യിക്കുകയൊന്നും വേണ്ട കേട്ടോ. 2-3 ദിവസം നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. ഞാനും അത് പറഞ്ഞു. ആന്റിക്ക് ചർച്ചിൽ പോകാൻ പറ്റാത്തതിന്റെ സങ്കടമുണ്ട്. അതൊക്കെ പിന്നെ ആവാം, ആദ്യം ഹെൽത്ത് നോക്കിയാവട്ടെ. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ആ ഡ്രീമിന്റെ കാര്യം ആന്റി എന്നോടും പറഞ്ഞു കേട്ടോ. ആ ഡ്രീം നമുക്കൊന്ന് റിയാലിറ്റി ആക്കി കൂടിയെന്ന് ഞാൻ നൈസായിട്ടൊന്ന് ചോദിച്ചു. പക്ഷെ ആന്റി അങ്ങോട്ട് അടുക്കുന്നില്ല. ഡോക്ടർ വിഷമിക്കണ്ടെന്നേ. ആന്റിയുടെ ഹെൽത്തൊക്കെ നോക്കിയായിട്ട് നമുക്ക് എല്ലാം ഒന്ന് സെറ്റിലാക്കാം. എനിക്ക് അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. പോ. എന്താ ഇല്ലാത്ത? ഇനി ശേഷിക്കുന്ന കാലം മുഴുവൻ മമ്മിയും മോനും ഇങ്ങനെ പിണങ്ങി നടക്കാനാണോ ഉദ്ദേശം? നോ, അതെന്തായാലും ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് മമ്മി കൂടി മനസ്സ് വെക്കണ്ടേ? ആ മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാനും BP ഒക്കെ അതിന് ശ്രമിക്കുന്നുണ്ട്, അവസരം കിട്ടുമ്പോഴല്ല. പിന്നെ തന്റെ ഫ്രണ്ടിനെ കാണാറുണ്ടോ? സോറി, ഞാൻ ചോദിച്ചത് അപ്പൂന് ഇഷ്ടമായില്ലെങ്കിൽ. അങ്ങനെ ഇഷ്ടമില്ലായൊന്നുമില്ല. ഇപ്പോ ഞങ്ങൾ തമ്മിൽ അധികം കോണ്ടാക്ട് ഇല്ല എന്നുള്ളതാ സത്യം.